എവ്രിവൺ, വെൽക്കം ടു സ്വസ്റ്റൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മില്ലറ്റ് അഥവാ ചെറുധാന്യങ്ങളെ കുറിച്ചാണ്. സോ പോകാം വീഡിയോയിലേക്ക്. പരമ്പരാഗത ധാന്യങ്ങളായ മില്ലറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യ ഒന്നാമതാണ്. ന്യൂട്രിധാന്യങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റുകൾ പോഷകങ്ങളാൽ വളരെ സമ്പന്നമാണ്. പുല്ലുവർഗത്തിൽ പെടുന്ന എന്നാൽ കാണാൻ ചെറിയ വിത്തുകൾ പോലെയുള്ള ധാന്യങ്ങളാണ് മില്ലറ്റുകൾ. കണക്കുകൾ സൂചിപ്പിക്കുന്നത് അറൗണ്ട് ഒരു 200 കോടിയോളം ആൾക്കാർ ഈ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ചെറുധാന്യങ്ങളായ ചാമ, തെന, വരക്, കമ്പം, റാഗി ഇതെല്ലാം ഈ മൈക്രോ ന്യൂട്രിയൻസ് അതേപോലെ തന്നെ ഫൈബർ കണ്ടന്റും അത്യാവശ്യം നല്ല രീതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ വളരെ ന്യൂട്രീഷ്യസ് ആണെന്ന് തന്നെ പറയാം. നമുക്ക് ലഭ്യമാകുന്ന ഈ ചെറുധാന്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും. അതുവഴി നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ സാധിക്കും. മില്ലറ്റുകൾ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങളായതിനാൽ അതിൻ്റെ നാരിൻ്റെ അംശം കൂടുന്നു. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അതേപോലെ നമ്മളത് പുളിപ്പിച്ച് ഉപയോഗിക്കുന്നത് വഴി പ്രോബയോട്ടിക് ഗുണങ്ങൾ കൂടുന്നു. കുടലിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ് മില്ലറ്റുകൾ. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ്. ചെറുധാന്യങ്ങൾ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഈ ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാർക്കൊക്കെ ഗോതമ്പിന് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ മില്ലറ്റുകൾ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഈ പ്രമേഹം അതേപോലെ പൊണ്ണത്തടി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ധാന്യങ്ങൾക്ക് പകരമായിട്ട് മില്ലറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. അത് വളരെയധികം ഗുണം ചെയ്യും. ചെറുധാന്യങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു 6 to 8 hours എങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ദഹനം കുറച്ചും കൂടി ഈസി ആവുകയും ചെയ്യും. അതേപോലെ തന്നെ അതിനകത്തുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലോട്ടുള്ള അബ്സോർപ്ഷനും കുറച്ചും കൂടെ ഈസി. നാടൻ പലഹാരങ്ങളായിട്ടുള്ള ഇഡ്ഡലി, ദോശ, ഇടിയപ്പം, അതേപോലെ ഉപ്മാവ്, കൊഴുക്കട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മില്ലറ്റ് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ സൂപ്പ് പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കുറുക്ക് രൂപത്തിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കാനായിരുന്നു ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചിരുന്നത്. സോ 2024 ആവുന്ന ഈ ഒരു സമയത്ത് ഈ ചെറുധാന്യങ്ങളുടെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതുവഴി നമുക്ക് ഇതുപോലുള്ള മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് തടയാൻ സാധിക്കും. സോ നമ്മൾ ഇത് വെച്ചിട്ടുള്ള റെസിപ്പീസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സ്വസ്റ്റൈറ്റ് യൂട്യൂബ് ചാനൽ. താങ്ക് യു.